വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPIM പ്രകടന പത്രിക അല്പസമയത്തിനകം പുറത്തിറക്കും. പെട്രോളിയത്തിന്റെ തീരുവ കുറയ്ക്കും, വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി, ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം, ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കും തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എപ്പോഴാണ് CPIMന്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നത്? ഈ പറയുന്ന ആരോഗ്യ സുരക്ഷയുടെ ചെലവുകളൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ സാർവത്രിക ആരോഗ്യ സുരക്ഷ അടക്കമുള്ള ചില വാഗ്ദാനങ്ങൾ ഉണ്ടാകുമെന്നാണല്ലോ സൂചനകൾ. കൃഷീന, അല്പസമയത്തിനകം തന്നെ CPIMന്റെ ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക ഔപചാരികമായി പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ വെച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്ന് പുറത്തിറക്കും. പ്രധാനമായും ഈ പ്രകടന പത്രികയിൽ CPIM മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ വിഷയം എന്നുള്ളത് മതേതരത്വം ഉറപ്പാക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി നിലകൊള്ളും എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ എല്ലാ രാജ്യസ്നേഹിയുടെയും പ്രധാന ലക്ഷ്യം ഈ തിരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുകയാണ് എന്നും അതിനാവശ്യമായ നയരൂപീകരണത്തിനൊപ്പം CPIM നിലനിൽക്കും എന്നും പ്രകടന പത്രികയിൽ ആദ്യഘട്ടത്തിൽ തന്നെ CPIM വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ സാർവത്രിക പൊതു ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേരള മോഡൽ മാതൃകയാക്കിക്കൊണ്ട് ആ തരത്തിലുള്ള ഒരു പൊതു ജന ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും ദേശീയ തലത്തിൽ എന്നുള്ളതാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവകൾ അടിയന്തരമായി എന്ന വാഗ്ദാനവും മുന്നോട്ട് വയ്ക്കുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അത് അടിയന്തരമായി തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സബ്സിഡിയോടെ ധാന്യ വിതരണം പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി പാർട്ടി നിലകൊള്ളുമെന്നും അതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ജുഡീഷ്യറി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കും എന്നും പ്രകടന പത്രികയിൽ CPIM വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അല്പസമയത്തിനകം തന്നെ ഈ പ്രകടന പത്രിക ഔപചാരികമായി പുറത്തിറക്കും. ശരി, അല്പസമയത്തിനകം CPIMന്റെ പ്രകടന പത്രിക പുറത്തിറക്കും. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി.